മറ്റാരുണ്ട് LDF അല്ലാതെ? ചിലരുടെ കമന്റുകൾ വരികയാണ്. കെ മുരളീധരന്റെ മകൻ അരുൺ നാരായണനെ നമുക്ക് കാണാമായിരുന്നു സൈക്കിൾ ഓടിച്ച്. ഏതായാലും പുതുപ്പള്ളിക്ക് പുറത്തും സൈക്കിൾ ഓടിച്ച് സജീവമായി പ്രചാരണത്തിലുണ്ട് ചാണ്ടി ഉമ്മൻ എന്നതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ പാലക്കാട് ഡീൽ ആരോപണങ്ങളും സജീവമാവുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ LDF BJP ഡീലാണെന്ന് ആരോപിച്ച് ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് ആണ്. എന്നാൽ പാലക്കാട് മിക്കയിടത്തും UDF BJP ഡീലുണ്ടെന്നതാണ് CPMന്റെ ആരോപണം. ഒറ്റപ്പാലത്തും മലമ്പുഴയിലും കോങ്ങാടും UDF BJP ഡീൽ വ്യക്തമെന്ന് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി TN സുരേഷ് ബാബു ആരോപിക്കുന്നു. CPM വിട്ട് ഒറ്റപ്പാലത്ത് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ശശി ഡീലിന്റെ ഭാഗമായി മുൻ BJP സ്ഥാനാർത്ഥിക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നതാണ് ഇപ്പോഴത്തെ ആരോപണം. കോൺഗ്രസും BJPയും രഹസ്യ ബാന്ധവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കി വരുന്നത്. മലമ്പുഴയിലും കോങ്ങാടും അതിനുള്ളൊരു ശ്രമം BJPയും കോൺഗ്രസും നടത്തി വരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥി BJPയുടെ ഒരു മുൻ സ്ഥാനാർത്ഥിക്ക് വലിയ തുക ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. മുൻ സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്ത് ചെറിയ തുകയല്ല, 50 ലക്ഷമാണെന്നാണ് കേട്ടത്. UDF അധികാരത്തിൽ വരാനുള്ള ഏത് തരംതാണ പണിയും ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് ജില്ലയിൽ BJPയുമായിട്ടുള്ള ഈ രഹസ്യ ബാന്ധവത്തിന് അവർ തയ്യാറായിട്ടുള്ളത്. എന്നാൽ CPM തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തുന്നുവെന്നാണ് PK ശശിയുടെ മറുപടി. എല്ലാ വൃത്തികെട്ട പ്രചാരണങ്ങളും ഇപ്പോൾ CPM അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്തോ വ്യാജരേഖ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ഇവർ ധൈര്യം ഉണ്ടെങ്കിൽ കോടതി പോട്ടെ, ഞാൻ അവരെ വെല്ലുവിളിക്കുക, കോടതിയെ സമീപിക്കട്ടെ, ഞാനത് തെളിയിക്കാം. എങ്ങനെയാണ്, എന്താണ് വസ്തുത എന്ന് ഈ കോടതിയെ ബോധ്യപ്പെടുത്താം. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്റെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ വെച്ചിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. AK അഭിലാഷും ഇക്ബാൽ അറക്കലുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം AK അഭിലാഷിലേക്ക് പോകാം. അഭിലാഷ്, പാലക്കാട് ജില്ലയിലാകെ ഡീൽ ആരോപണം കത്തുകയാണ്. ഈ കോങ്ങാടും മലമ്പുഴയും നേരത്തെ തന്നെ ആരോപണം ഉയർത്തുന്നുണ്ട് CPM ഡീലെന്ന്. പക്ഷേ ഇതാ ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോഴ ആരോപണമാണ് ഉയർത്തുന്നത്. BJPയുടെ മുൻ സ്ഥാനാർത്ഥിക്ക് UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PK ശശി മുന്നത്തെ CPM നേതാവ് പണം നൽകി, അത് ഒന്നും രണ്ടുമല്ല 50 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം CPM ഉയർത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? വിനീത, UDF ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഡീൽ ആരോപണവുമായി രംഗത്തെത്തിയത്. അതിന് മറുപടി എന്നോണം തന്നെയാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തും ഇത്തരത്തിൽ വലിയ തരത്തിൽ ഡീൽ ആരോപണം അതോടൊപ്പം UDFന്റെയും LDAയുടെ ഇടയിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചും ഇപ്പോൾ കോങ്ങാട് അതോടൊപ്പം തന്നെ മലമ്പുഴ കേന്ദ്രീകരിച്ചുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രധാനമായും അവർ ഉയർത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോങ്ങാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് എന്ന് വേണം പറയാൻ. കാരണം അവിടെ ശ്രീകണ്ഠന്റെ ഭാര്യ K തുളസിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീൽ ആരോപണം ഉണ്ട് എന്ന് തന്നെ പറയുന്നു. കാരണം പറളി പഞ്ചായത്തിലടക്കം അവിടെ LDAക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം കഴിഞ്ഞ തവണ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ BJP വോട്ടുകൾ വാങ്ങിക്കൊണ്ട് അവിടെ K തുളസിയെ വിജയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്ത് നടക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ബദലായി മലമ്പുഴയിൽ UDF വോട്ടുകൾ BJPക്ക് നൽകാനുള്ള ശ്രമം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ആരോപിക്കപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ മത്സരിക്കുന്നത് C കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തെ അവിടെ 2ാം സ്ഥാനത്ത് NDA ആണ്. അത്തരത്തിൽ അവരെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഏതായാലും 2 മണ്ഡലത്തിലും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ്. ശരി, അതാണ് ഡീൽ ആരോപണം ഉയർന്നതെങ്കിൽ ഇക്ബാൽ അറക്കൽ കൂടി ചേരുകയാണ്. ഇക്ബാൽ, ഇപ്പോൾ ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചുള്ള ഈ കോഴ ആരോപണം അതെങ്ങനെയാണ് ചർച്ചയാകുന്നത്? PK ശശി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? CPM എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തുന്നത്? വിനീത, ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDFും BJPയും തമ്മിലൊരു ഡീലുണ്ട് എന്നുള്ളതാണ് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN സുരേഷ് ബാബു പറയുന്നത്. അവിടെ UDFന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് CPM ബന്ധം ഉപേക്ഷിച്ചു പോയിട്ടുള്ള PK ശശിയാണ്. PK ശശി അവിടെ കൂടുതൽ വോട്ടുകൾ നേടുന്നതിന് വേണ്ടി CPMനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും BJPക്ക് വേണ്ടി ഒറ്റപ്പാലത്ത് മുമ്പ് മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് 50 ലക്ഷം രൂപ PK ശശി വാഗ്ദാനം ചെയ്തുവെന്നും എറണാകുളത്തെ ഒരു സ്വകാര്യ ഏജൻസി വഴിക്കാണ് ഇത്തരത്തിലുള്ള ഡീലുകളെല്ലാം PK ശശി നടത്തുന്നതെന്നുമാണ് ഇപ്പോൾ സുരേഷ് ബാബു ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒറ്റപ്പാലത്തെ LDF നേതാക്കൾ PK ശശി ഈ നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കൃത്രിമത്വം കാണിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷം ഏതായാലും PK ശശി ഒരു മറുപടിയായി പറയുന്നത് CPM ഇപ്പോൾ തനിക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ്. തനിക്കെതിരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ CPMും അതുപോലെ തന്നെ LDFും കോടതിയിൽ പോകട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നടപടികൾ തനിക്കെതിരെ സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ PK ശശി ഈ വിഷയത്തിൽ ഒരു മറുപടിയായി പറയുന്നത്.
ശരി, വ്യക്തമാണ്. ഇക്ബാൽ അറക്കലും ഒപ്പം AK അഭിലാഷും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.